പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തലപ്പാടിയിലാണ്. എൻ്റെ തൊട്ട് പുറകിൽ കാണുന്നത് തലപ്പാടി നസ്രത്ത് മാർത്തോമ LP സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറിയാണ് ഇന്ന് നടക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇത് തലപ്പാടിയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം വാർഡാണ്. ഈ വാർഡിലെ മെമ്പർ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പൻ തന്നെയാണ്. ഏകദേശം 110 വർഷമോളമായി ഈ സ്കൂള് തലപ്പാടിയുടെ അഭിമാനമായി തന്നെ ഉയർന്നു നിൽക്കുന്നു. നമ്മുടെ പുതുപ്പള്ളിയൊക്കെ മിക്ക LP സ്കൂളുകളെല്ലാം 100 വർഷം പിന്നിട്ടതാണ്. ഇതാണ് സ്കൂളിൻ്റെ കെട്ടിടം. ഇത് പള്ളിയാണ്, നസ്രത്ത് പള്ളിയാണ്. ഇവിടെ തന്നെയാണ്, ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് ആനിവേഴ്സറി ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കൊച്ചി ഭദ്രാസന അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു യാത്രയയപ്പ് സമ്മേളനം കൂടെ നടക്കുന്നുണ്ട്. ഏകദേശം 30 വർഷത്തോളം ഈ സ്കൂളിലെ അധ്യാപികയായിരുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസ് ശ്രീമതി ആൻസി സെയ്ദ് ഉതുപ്പിന് യാത്രയയപ്പും കൂടെ നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോ അനാച്ഛാദനമുണ്ട്. അത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പനാണ് നിർവഹിക്കുന്നത്. അതുപോലെ പള്ളം ബ്ലോക്ക് മെമ്പർ ജിനു കോപ്പൾ അടക്കമുള്ള നിരവധി ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു യോഗവുമുണ്ട്. അതേ തുടർന്ന് കലാപരിപാടികളുമാണ്. തിരുമേനി എത്തിയിരിക്കുകയാണ്. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ റവറന്റ് തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയാണ് എത്തിയിരിക്കുന്നത്. തുടർന്ന് കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സിനിമ, സീരിയൽ, മിമിക്രി ആർട്ടിസ്റ്റ് ശ്രീ കണ്ണൻ സാഗറാണ്. അദ്ദേഹവും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കൽ കൂടിയാണ് എന്ന് പറഞ്ഞ മഹാത്മജിയുടെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് 110 വർഷങ്ങളായി തലപ്പാടിയുടെ മണ്ണിൽ ഏറ്റവും മികവാർന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന തലപ്പാടി LP സ്കൂൾ അതിന്റെ 2025-26 വർഷത്തെ ആനിവേഴ്സറി ലൂമിയറിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. And I invite all the dignitaries to the dais. This is the promise of love. There shall be season returning, but for the showers we flee. വന്നുചേർന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് സീനിയർ അധ്യാപികയും സ്റ്റാഫ് സെക്രട്ടറിയുമായ ശ്രീമതി ഗ്ലോറി K. ജേക്കബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എബ്രഹാം സി മാത്യു, അഭിനന്ദ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ബഹുമാനപ്പെട്ട പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സാബു സാർ, കോട്ടയം ഈസ്റ്റ് സബ് ജില്ലാ AEO അനിൽ സാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മാറുന്ന കാലത്ത് മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന ഒരു വീടാണ് വിദ്യാലയം. സമൂഹവും മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളും ഒത്തൊരുമയോടെ കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ചും സഹായിച്ചും കഴിയുമ്പോഴാണ് വിദ്യാലയം എന്ന പേർ അർത്ഥവത്താകുന്നത്. മാനുഷിക ബന്ധങ്ങളുടെ മഹത്തായ പാഠങ്ങളാണ് വിദ്യാലയത്തിൽ നിന്നും നാം കരസ്ഥമാക്കുന്നത്.
നമ്മുടെ വിദ്യാലയം 110-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പുതിയ മുഖത്തോടെ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയ മുത്തശ്ശി അറിവിന്റെ കരുത്തായി തലപ്പാടി പ്രദേശത്ത് പ്രകാശിച്ച് വിളങ്ങാൻ സാധിക്കട്ടെ. അതിനായി നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം. ഏത് പ്രവർത്തനത്തിൻ്റെയും വിജയത്തിന് പിന്നിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു നേതൃത്വമുണ്ടാവും. നമ്മുടെ വിദ്യാലയത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് പ്രയത്നിക്കുന്ന പ്രിയപ്പെട്ട തലപ്പാടി നസ്രത്ത് മാർത്തോമ ഇടവകയെയും മാനേജ്മെന്റിനെയും ഏറെ ആദരവോടെ സ്മരിക്കുന്നു. വിദ്യാലയത്തിൻ്റെ വളർച്ചാഘട്ടങ്ങളിലും ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിലും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് മാനേജ്മെന്റ് നൽകുന്ന പിന്തുണ നിസ്തുല്യമാണ്. വിദ്യാലയത്തെ ഒരു കുടുംബമായി കണ്ട് മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയെ ഈ വാർഷിക വേളയിൽ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. തലപ്പാടി LP സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്തും മാർഗനിർദ്ദേശവും നൽകി വിദ്യാലയത്തിന്റെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി അച്ഛൻ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ വലിയൊരു മാതൃകയാണ്. അത് അച്ഛൻ മാനേജർ അച്ഛനായ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോട്ടയം കൊച്ചി ഭദ്രാസനാധിപനും സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിനായി തന്റെ ജീവിതം സമർപ്പിച്ച കർമ്മയോഗിയാണ് തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ. സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും പ്രതീകമായ തിരുമേനി അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ സാന്നിധ്യം ഈ മീറ്റിംഗിന് വലിയൊരു അനുഗ്രഹമാണ്. തിരുമേനിയെ സ്കൂൾ ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്യുന്നതിനും അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനുമായി ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്നു. തിരുമേനിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താൻ ഏറ്റ ചുമതലകളിലെല്ലാം തന്റെ വ്യക്തിവൈഭവം വിളിച്ചോതുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ വാർഡ് മെമ്പർ പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമായ സാബു പുതുപ്പറമ്പ്. നമ്മുടെ സ്കൂളിന്റെ ഏത് ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് സഹായിക്കുന്ന സാറിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സാറിന് വേറൊരു സ്കൂളിലെ ആനിവേഴ്സറി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് വരാൻ താമസിക്കുന്നത്. കോട്ടയം ഉപജില്ലയുടെ സാരഥിയായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും അധ്യാപകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി തണലായി കൂടെ നിൽക്കുകയും ചെയ്യുന്ന അനിൽ സാർ ഏറെ തിരക്കുകൾക്കിടയിലും ഇന്ന് 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ വലിയ ചുമതലകളെല്ലാം തീർത്ത് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തലപ്പാടി നസ്രത്ത് മാർത്തോമ മാനേജ്മെന്റ് പ്രതിനിധിയും ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ജോർജ് ഫിലിപ്പിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ആനിമ ടീച്ചർ സ്കൂളിന്റെ മുൻ എച്ചമായിരുന്നു. ടീച്ചറും ആശംസകൾ അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചറെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആൻസി ടീച്ചറിന്റെ വിദ്യാർത്ഥിയും പൂർവ്വ വിദ്യാർത്ഥി സംഘടന സെക്രട്ടറിയുമായ ശ്രീ ജോൺ ജോസഫും എത്തിച്ചേർന്നിരിക്കുന്നു. സാറിനെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 1990 മുതൽ മിമിക്രി ഗ്രൂപ്പുകളിൽ അംഗമായ ശ്രീ കണ്ണൻ സാഗർ നിരവധി വേദികളിൽ മിമിക്രി അവതരിപ്പിച്ച് ശ്രദ്ധേയനാണ്. സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും കുടുംബ മനസ്സുകളെ കൈയടക്കിയ കണ്ണൻ ചേട്ടൻ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കലാസദ്യ ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നു. ചേട്ടനെയും സ്നേഹപൂർവ്വം ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപികയും പ്രഥമ അധ്യാപികയുമായി സേവനമനുഷ്ഠിച്ചു വരുന്ന ആൻസി ടീച്ചർ എപ്പോഴും ചിരിച്ച മുഖത്തോടെ കുട്ടികൾക്കൊരമ്മയായും സഹപ്രവർത്തകരായ ഞങ്ങൾക്കൊരു സഹോദരിയെ പോലെയും വർത്തിക്കുന്ന ടീച്ചർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുന്ന തന്റെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് വിരമിക്കുന്നുവെങ്കിലും അധ്യാപകനമെന്ന കർമ്മപദത്തിൽ കൂടുതലായി വിളങ്ങാൻ സാധിക്കും. ടീച്ചറിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈ സ്കൂള് തലപ്പാടി നസ്രത്ത് മാർത്തോമ ഇടവകയുടെ ഒരു ഭാഗമാണ്. ഇവിടെ ഞങ്ങൾക്ക് മാനേജരായി വർത്തിച്ചിരുന്ന ഓരോ കാലാകാലങ്ങളിൽ വർത്തിച്ചിരുന്ന അധ്യാപകർക്ക് പിന്തുണയേകിയിരുന്ന മാനേജർമാരാണ് താഴെ നമ്മുടെ സദസ്സിൽ ഇരിക്കുന്നത്. അവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് സുരഭി അജിയെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. വിദ്യാലയം എന്ന വാക്ക് അർത്ഥവത്താകുന്നത് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒത്തുചേരുമ്പോഴാണ്. കുട്ടികളുടെ കലാപരിപാടികൾ കാണുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എത്തിച്ചേർന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. സ്കൂളിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ശ്രീമതി അമൃത AR സംസാരിക്കുകയും തുടർന്ന് അധ്യക്ഷ പ്രസംഗം റവറന്റ് ഏബ്രഹാം C. മാത്യു സ്കൂളിന്റെ മാനേജർ നിർവഹിച്ചു. അത്തരത്തിൽ അവസരങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇപ്രകാരം നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾക്ക് ലഭിച്ച ദർശനം ഈ ഒരു സ്കൂളിന്റെ ആരംഭത്തിന് കാരണമായി തീർന്നു എന്നുള്ളത് ഏറ്റവും പ്രസ്താവ്യമായിട്ടുള്ള ഒരു കാര്യമാവുന്നത്. ഈ 110 വർഷങ്ങൾ അനുഗ്രഹപ്രദമായിട്ട് നിൽക്കുവാൻ അനേക കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ ആദ്യ അക്ഷരം കുറിച്ചു കൊടുക്കുവാനും അവരെ ആ ഒരു ജീവിത ബന്ധാവിൽ മുൻപോട്ട് നയിപ്പാൻ ടീച്ചറിന്റെ യാത്രയപ്പ് സമ്മേളനം കൂടിയാകുന്നില്ല. ശ്രേഷ്ഠമായിട്ടുള്ള ജീവിത മാതൃകയ്ക്ക് ഉടമ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, ഏൽപ്പിച്ച ഈ ഒരു മേഖല ഏറ്റവും ഭംഗിയായിട്ട് കൃത്യനിഷ്ഠയോട് ഉത്തരവാദിത്വപൂർണ്ണമായി ഈ സ്കൂളിന് വേണ്ടി അക്ഷീണയത്നം പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം പല സന്ദർഭങ്ങളിൽ നമ്മുടെ സ്കൂളിൽ കുഞ്ഞുങ്ങൾ കുറഞ്ഞു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈ ഇടങ്ങളിലൊക്കെ ഭവനങ്ങളൊക്കെ സന്ദർശിച്ച് ഈ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും ശ്രദ്ധ പുലർത്തി എന്നുള്ളതും ഈ നിമിഷം വരെയും നമ്മുടെ സ്കൂൾ 63 കുട്ടികൾ ഉൾപ്പെടെ എക്കണോമിക് ആയിട്ട് നിലനിർത്തുന്നതിൽ അതിന്റെ പിന്നിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും ഓർക്കുന്നതോടൊപ്പം തന്നെ ശ്രീമതി ആൻസി ടീച്ചറിന്റെ ആ വലിയ നേതൃത്വവും ഈ സമയം നന്ദിപൂർവ്വം ഓർക്കുകയാകുന്നു. ഏറ്റവും ഭംഗിയായിട്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും അതിന്റെ സ്കൂളിന്റെ ആ സ്റ്റാൻഡേർഡ് ഏറ്റവും ഭംഗിയായിട്ട് കീപ്പ് ചെയ്യുവാനായിട്ടും കുഞ്ഞുങ്ങളെ അത്തരത്തിൽ കലാ സാംസ്കാരിക മേഖലകളിലൊക്കെ അവരെ കൊണ്ട് പങ്കെടുപ്പിക്കുവാനും ഒക്കെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രസ്താവ്യമായിട്ടുള്ള വസ്തുതയാകുന്നു. ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ശുശ്രൂഷ നിർവഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു അച്ഛൻ. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സാന്നിധ്യം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ദ്യ റൈറ്റ് റവറൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി ഏറെ ബഹുമാനത്തോടെ തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്കൂളിന്റെ 110ാമത് വാർഷിക സമ്മേളനത്തിലും ഹെഡ്മിസ്ട്രസിന് നൽകുന്ന യാത്രയപ്പ് സമ്മേളനത്തിലും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. 110 വർഷം പിന്നിടുന്ന ഈ സ്കൂൾ ഇപ്പോഴും വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കാണുന്നതിൽ ഈ ഇടവകയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ഇടവക ആലോചിച്ച് തീരുമാനിച്ചുറച്ച് ഇപ്രകാരം ഒരു വിദ്യാലയം ഈ പ്രദേശത്ത് ആരംഭിക്കാൻ താല്പര്യം കാണിച്ച പൂർവികരുടെയൊക്കെ ദർശനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സഭ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇടവക എന്ന് പറയുമ്പോൾ ഒരു പള്ളി, ഒരു ആരാധനാലയം മാത്രമാണ് മനസ്സിൽ നമുക്ക് വരാറുള്ളത്. അനുഗ്രഹീതമായ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ, എല്ലാ കാലത്തും നന്മ ഇന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമ്മുടെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾ അധ്യാപകരുടെയൊക്കെ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്
ഈ മീറ്റിംഗ് ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. എങ്കിൽ കൂടി ഇന്ന് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 6 സ്കൂളുകളിലെ ആനിവേഴ്സറികളും കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഏറിയാട് ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ തറക്കല്ലിടൽ കർമ്മവും ഉണ്ടായിരുന്നു. ഒരു LP UP സ്കൂളിന് 418 കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്ന എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക്കായ കോട്ടയം ജില്ലയിലെ ഏക സ്കൂളാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഏറിയാട് ഗവൺമെൻറ് UP സ്കൂൾ. ആ ചടങ്ങ് കൂടി കടന്ന് വന്നപ്പോൾ താമസിച്ചു പോയി. എല്ലാവരോടും ക്ഷമ ചോദിക്കുക. കഴിയട്ടെ, അവരെ ആ രീതിയിലേക്ക് ഒരുക്കിയെടുക്കുവാൻ അധ്യാപകർക്ക് കഴിയട്ടെ. ഞാനിവിടെ സൂചിപ്പിച്ചത് ആനിവേഴ്സറി നാളുകളിൽ നിങ്ങളുടെ പ്രസിഡന്റായി കയറിക്കിടക്കാൻ ഇടം തന്നെ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ഞാൻ ഈ നാട്ടുകാരനല്ല, എങ്കിൽ കൂടി എനിക്ക് അവസരമൊരുക്കി തന്ന ഈ ദേശവാസികളോടും ബഹുമാന്യനായ അച്ഛനോടും മറ്റേ PTA ഭാരവാഹികളോടും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. നന്ദി ശ്രീ സാബു പുതുപ്പറമ്പിൽ. നമ്മുടെ ഏവരുടെയും ഏറ്റവും പ്രിയങ്കരിയായ ശ്രീമതി ആൻസി സി യൂദപ്പ് 33 വർഷത്തിലേറെയായുള്ള തന്റെ അധ്യാപന കാലഘട്ടത്തോട് വിട പറയുകയാണ്. ഓർമ്മകൾ പുതുക്കുന്നതിനായി ഏറെ സ്നേഹ ബഹുമാനത്തോടെ ശ്രീമതി ആൻസി സി യൂദപ്പ് ഞങ്ങളുടെ സ്വന്തം ആൻസി ടീച്ചറെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 32 വർഷക്കാലം ഈ സ്കൂളിന് സേവനം അനുഷ്ഠിപ്പാനെനിക്കിടയായി. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു ദിവസത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപികയായി തുടർന്ന് എൻ്റെ യാത്ര ഹെഡ് മിസ്ട്രസ്സായി പൂർത്തിയാക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ നന്ദിയും ഒപ്പം സന്തോഷവുമാണ്. ഈ സ്കൂൾ കേവലം എനിക്കൊരു ജോലിസ്ഥലം മാത്രമായിരുന്നില്ല, എൻ്റെ ഒരു കുടുംബമാണ്. ഇവിടെ പഠിച്ച ഓരോ കുട്ടിയും എൻ്റെ സ്വന്തം മക്കളെപ്പോലെ അവരുടെ കളി, ചിരി, വിജയം, പരാജയം, സങ്കടം, സന്തോഷം എല്ലാം എൻ്റെ ഓരോ സമ്പാദ്യങ്ങളായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി റിട്ടയർമെന്റിനായി ഒരുങ്ങുന്ന ഒരു സമയമായിരുന്നു. അതിനു മുമ്പ് വരെ റിട്ടയർമെന്റ് എന്ന് പറയുന്നതായ ഒരു അവസ്ഥ എന്നോ വരാനിരിക്കുന്ന ഒരു കാര്യമായാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ റിട്ടയർമെന്റ്, അതായത് പ്രവേശനോത്സവം മുതൽ ഇനി അങ്ങനെ ഒരു സാധനം ഇല്ല എൻ്റെ ജീവിതത്തിൽ. അപ്പം കഴിഞ്ഞ ഒരു വർഷമായി നടന്നുകൊണ്ടിരുന്ന എല്ലാ പരിപാടികളും, ദിനാചരണങ്ങളായിക്കോട്ടെ, ക്രിസ്മസ്, ഓണം, ഗാന്ധി ജയന്തി, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, ഏതൊരു വന്നാലും അത് എൻ്റെ ജീവിതത്തിൽ ഇനി സ്കൂൾ ലെവലിലില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായപ്പോൾ ആ ഓരോ ചടങ്ങുകളും വളരെയേറെ ഭംഗിയായി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾക്ക് 31/5/2026 എന്നൊരു ബോർഡർ സർക്കാർ എനിക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ആ ബോർഡർ നമ്മൾക്ക് ഉള്ളതിനാൽ നമ്മൾ അതിനനുസരിച്ച് വളരെ മനോഹരമായി അതിൻ്റെ എൻഡിങ് പൂർത്തിയാക്കുവാനായി ശ്രമിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ബോർഡർ ഇല്ല.
നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു അങ്ങനെ ഒരു ബോർഡർ നമുക്ക് ദൈവം നൽകിയിരുന്നെങ്കിൽ ആ ബോർഡറിന്റെ അവസാനത്തെ ദിവസമെങ്കിലും നമ്മൾ വളരെ മാന്യമായി നല്ലതായി ജീവിച്ചേനെ. എന്നാൽ നമ്മൾക്ക് ഈ ഒരു നിമിഷം മാത്രം നമ്മുടെ കൈവശം മുതലായുള്ള നമ്മളൊന്നും ഒരുങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വർഷക്കാലം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഈ ഒരു വർഷം ഇങ്ങനെ ഓരോ പരിപാടികളിലൂടെ ഞാൻ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഈ സ്കൂളിൽ ഇനിയും ഈ 31/5/2026 ശേഷം ഒരു പദവിയില്ല. 1975 മുതൽ ഞാൻ 1-ാം ക്ലാസ്സിൽ ഈ സ്കൂളിൽ പഠിക്കാൻ ആരംഭിച്ചു. 1980 5-ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തുടർന്ന് പഠിക്കുവാനായി പോയി. പിന്നീട് പ്രീ ഡിഗ്രി BCM കോളേജിലും TTC സെന്റ് തോമസ് TTI തിരുവല്ലയിലും പൂർത്തിയാക്കി ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 1991 ഇവിടെ ഒരു ലീവ് വേക്കൻസി വരികയും അതേ തുടർന്ന് ഞാൻ 3 മാസക്കാലം ഈ സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്തു. വീണ്ടും ഞാൻ എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം 1994 ജനുവരിയിൽ ഒരു ലീവ് വേക്കൻസിയും കൂടെ വന്നു. അപ്പോൾ ഞാൻ ജോലി ചെയ്ത് എൻ്റെ പ്രിയ അധ്യാപകനായ ജോയ് സാറിനെ റിട്ടയർ ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കി ആ സ്ഥാനത്തേക്ക് ഞാൻ പെർമനന്റ് വേക്കൻസിയിലേക്ക് നിയമിതയായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു അധ്യാപിക എന്ന നിലയിൽ 28 വർഷക്കാലം സേവനം അനുഷ്ഠിക്കാൻ എനിക്കിടയായി. കേവലം 11 വർഷക്കാലം മാത്രമേ ഞാൻ ഈ സ്കൂളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ സ്കൂളും ഈ സ്കൂളിന്റെ പരിസരവും ഈ സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളും എന്നെ എത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ സ്കൂളിന്റെ പരിസരത്തുള്ള ഓരോ വീടും എനിക്ക് സുപരിചിതമാണ്. ഒന്നുകിൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ മക്കൾ, ഇവരെയെല്ലാം പഠിപ്പിക്കാനുള്ളതായ ഭാഗ്യം എനിക്ക് ലഭിച്ചു. എനിക്ക് കുറച്ചു നേരം ഉപദേശം തന്ന ഞാൻ റാണിയോട് പറഞ്ഞപ്പോൾ റാണി എനിക്ക് റാണിയുടെ സഹപ്രവർത്തകരെ വിളിച്ച് അവരുമായിട്ടൊക്കെ സംസാരിക്കാനും എൻ്റെ മനസ്സിന് ധൈര്യം നൽകുവാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള ശിക്ഷകരെ ഓർക്കുന്നു. കൂടാതെ നമ്മുടെ ഗുരുകുലം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. നമുക്ക് അവരെല്ലാവരെയും ഞാനാണ് അവരെല്ലാവരെയും ഈ സ്കൂളുമായിട്ട് ചേർത്ത് നിർത്തുന്നത് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനാണ്. അപ്പോൾ അതിന്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ജോൺ ജോസഫ് ഇന്ന് 1-ാം ക്ലാസ്സിൽ വന്ന് ചേർന്നു. അന്നത്തെ ചിരിയാണ് അവനിപ്പോഴും. ഇപ്പോഴും എന്നെ കാണുമ്പോൾ അവന്റെ ചിരി കാണുമ്പോൾ ഞാൻ ഓർക്കണം 1-ാം ക്ലാസ്സിൽ വന്ന് ചേർന്നപ്പോൾ അവന്റെ ചിരിയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു ഓണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഫംഗ്ഷൻ ഉണ്ട്, ആരെങ്കിലും ഒരാൾ പ്രസംഗിക്കാൻ വേണം, പെട്ടെന്ന് ഞാൻ വിളിച്ചാൽ മതി. വന്ന് കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് എപ്പോഴും ഓടിയെത്തും. അപ്പോൾ നമ്മുടെ ചുറ്റും നമ്മുടെ ഒരു ശിക്ഷകണം നമ്മളെ എപ്പോഴും സഹായിക്കാനായിട്ട് ഒപ്പമുണ്ട്. അതാണ് ഒരു അധ്യാപികയെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം. എപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും വന്ന് സഹായങ്ങൾ ചെയ്തു തരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പുൽപ്പള്ളി ഫെസ്റ്റ്. അതിന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ബഹുമാനപ്പെട്ട MLA സാറും എല്ലാം അനുവാദം നൽകിയുകൊണ്ട് എല്ലാവരും ചോദിച്ചു, എല്ലാ സ്കൂളുകാരും ചോദിച്ചു, നിങ്ങൾക്ക് ഇതെങ്ങനെ സാധിച്ചു? നിങ്ങൾ ഇത്രയും രൂപ കൊടുത്ത് ആ ഗ്രൗണ്ടിൽ എങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റാൾ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഞങ്ങളുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ മെമ്പറായിരുന്ന ശ്രീ ശാന്തമ്മ മാഡം വളരെയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു നൽകിയിട്ടുണ്ട്. സഹായങ്ങളൊക്കെ ചെയ്യുന്നതിനോട് അതിന് നോക്ക് പ്രവർത്തിച്ച ബാബുച്ചായൻ എല്ലാം ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു തരും. എന്നാൽ ഒരു പ്രസിഡന്റ് നമ്മുടെ മെമ്പറായിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അഭിമാനമാണ്. നമുക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ ആദ്യമേ സ്കൂളിലെത്തിയപ്പോൾ, ക്രിസ്മസിന് ആദ്യമായി സ്കൂളിലെത്തിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും എഴുതി തരിക, ഞാൻ പടിപടിയായി അതൊക്കെ സാധിച്ചു തരാം. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷമാണ്. എല്ലാ ബ്ലോക്ക് മെമ്പർ ആയിരുന്ന റേച്ചൽ കുര്യൻ,
ഇങ്ങോട്ട് ഫോൺ വിളിക്കും, എയ്ഡഡ് സ്കൂളിനൊന്നുമില്ല എങ്കിലും ചെറിയ കാര്യങ്ങളുണ്ട്, വേണോ? ഞാൻ പറയും വേണോ എന്ന് ചോദിക്കേണ്ട, ഞങ്ങൾക്ക് തരാനുള്ള കാര്യങ്ങൾ ഇങ്ങ് തന്നാൽ മതി, എല്ലാം വേണ്ടിയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കൂളിനെ പറ്റി ഒരു കരുതലും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ചുറ്റുപാടുമുള്ള നമ്മുടെ എല്ലാ സ്നേഹിതരും എപ്പോഴും സ്കൂൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രിയ മാതാപിതാക്കള്, നിങ്ങൾ എത്ര ധൈര്യത്തിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ എനിക്കിങ്ങനെ ഒരു അധ്യാപികയായി തുടരാൻ സാധിച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് സാധിച്ചത്. അല്ലെങ്കിൽ വീടിട്ട് വെച്ച് പോരുക എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എന്നോട് പറയും, സ്കൂൾ മാത്രം നോക്കിയാൽ പോരാ, വീടും നോക്കണം. മക്കളും എന്നോട് പറയും, അനിയും എന്നോട് പറയുമായിരുന്നു. എന്നാൽ അതൊക്കെ അവരൊന്ന് സഹിച്ചു, ഞാൻ സ്കൂളിലെ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ എച്ചമായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് സപ്പോർട്ടില്ലാതെ നമുക്ക് എച്ചമായിട്ടിരിക്കാൻ പറ്റത്തില്ല. അതും അമ്മാതിരിയുള്ള ജോലികളാണ് എച്ചമാർക്ക് തരുന്നത്. അവരേതാണ്ട് ഈ കുപ്പിയിലിറക്കി ഭൂതം പോലെയാണ്. ഇങ്ങോട്ട് രാവിലെ സന്ധ്യ ആകുമ്പോൾ കുറേ ലിസ്റ്റ് തരിക, അത് രാവിലെ ആകുമ്പോൾ എടുത്തു കൊടുക്കുക, കുട്ടികളെ പഠിപ്പിക്കുക. നമുക്കൊരു നമ്മുടെ ഒരു സ്ഥാനത്തിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആത്മാർത്ഥം നഷ്ടപ്പെടുന്ന സമയമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായി ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് അധ്യാപികയായിട്ടിരിക്കുകയാണെങ്കിൽ മനസ്സമാധാനത്തോട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. എന്നാൽ അതിന് നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ് എല്ലാ കാര്യത്തിലും. അതെല്ലാം ചെയ്തു തരാൻ ഒരു കുടുംബം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് മുൻപോട്ട് തന്റെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തകരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സജി ആണ് ഞങ്ങളുടെ സ്കൂളിന്റെ നട്ടെല്ലെന്ന് പറയാം. കാരണം രാവിലെ സജിയുടെ ഓട്ടോ, പിന്നീട് അരി എടുക്കാൻ പോകണം, പച്ചക്കറി വാങ്ങാൻ പോകണം, മുട്ട വാങ്ങാൻ പോകണം, പാല് വാങ്ങാൻ പോകണം. എന്തിനാ കുട്ടികൾക്കൊരു അസുഖം വന്നാൽ അന്നേരം സജിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എല്ലാ കാര്യത്തിനും ആ ഒരു ആളില്ലെങ്കിൽ ഈ സ്കൂള് മുൻപോട്ട് ഒരു ദിവസം മുൻപോട്ട് പോകത്തില്ല. ഇപ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നത് സജിയമ്മാവിന് ആരോഗ്യം കൊടുക്കണം, സജിയമ്മാവിന് ആരോഗ്യം കൊടുക്കണം എന്നാണ് കുഞ്ഞുങ്ങൾ സഹിതം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ സജിയമ്മാവനാണ്. സജിയമ്മാവൻ ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു. എന്നെ കൂടാതെ ജോജി എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കും. ജോജി എന്ത് കാര്യം പറഞ്ഞാലും ചെയ്തു തരും. ജോജിയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഈ കോവിഡിന്റെ കാലം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ്. കുഞ്ഞുങ്ങള് വീട്ടിൽ നിന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ഇവിടെ പറയുന്ന നിമിഷത്തിൽ എല്ലാവർക്കും 1000 നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. പോകുന്ന കുട്ടികൾക്കായുള്ള പ്രത്യേകമായി തലപ്പാടി നസ്രത്ത് മർത്തോമ ഇടവക ക്രമീകരിച്ചിരിക്കുന്ന സമ്മാനമാണ് 2025-26 അധ്യയന വർഷത്തിൽ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസായി അയന സാര ജോഷി, യൂബ തോമസ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർക്കുള്ള പ്രത്യേക ഉപഹാരം നൽകുന്നതിനായി അഭിവന്ദ്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പായി ഏറ്റവും ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ഒപ്പം ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി കുട്ടികളെ ഇരുവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കുമാരി അയന സാര ജോഷി, മാസ്റ്റർ യൂബ തോമസ്, താങ്ക് യു. പള്ളം ബ്ലോക്ക് മെമ്പർ ശ്രീ ജിനു കെ പോളിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഉള്ള കുഞ്ഞുങ്ങൾ 108ാം വാർഷികം ആഘോഷിക്കുന്ന ഈ തലപ്പാടി LP സ്കൂളിന് ആദ്യമേ തന്നെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വിദ്യാലയങ്ങളുടെ മുത്തശ്ശി എന്ന് വേണേ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ നമ്മുടെ ഈ സമീപത്തെ ഏറ്റവും പഴക്കമുള്ള സ്കൂളുകളിൽ ഒന്നാണ് ഈ തലപ്പാടി സ്കൂൾ. ഇത്രയും വർഷം
നിരവധിയായ കുട്ടികളെ സമൂഹത്തിൻ്റെ നല്ല ദിശയിലേക്ക് അവരെ എത്തിക്കുവാൻ ഈ സ്കൂളിനായിട്ടുണ്ട് എന്നുള്ളത് അനുഗ്രഹപ്രദമായ കാര്യമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ധാരാളം കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങി ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മയിൽ ഇന്നും സൂക്ഷിക്കാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട ആൻസി ടീച്ചർ, നമുക്കൊരു സ്കൂളിൽ 30 വർഷം അധ്യാപികയായി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഈ തലപ്പാടിയെയും ഈ പ്രദേശത്തെയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുവാൻ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ പങ്ക് ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പ്രദേശം അവിടുത്തെ എച്ച്.എം എന്ന് പറയുന്നത് ആ നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ടീച്ചർക്ക് ഇടപെടാൻ സാധിച്ചു. ഈ സ്കൂള് ഇത്രയും മാത്രമായി മുന്നോട്ട് പോയതിനുള്ള സന്തോഷം അറിയിക്കട്ടെ. നമുക്കറിയാം, ഇപ്പോൾ ഈ മാനേജ്മെൻറ്റ് സ്കൂളുകൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ വളരെ ബുദ്ധിമുട്ടിലാണ്. നമുക്കെല്ലാം നേരിട്ടറിയാം. അൺഎയ്ഡഡ് സ്കൂളുകൾ ധാരാളമായിട്ട് കടന്നു വരികയും നമ്മുടെ എല്ലാ സമീപത്ത് തന്നെ ഈ നമ്മുടെ മാനേജ്മെൻറ്റ് സ്കൂളുകൾ കുട്ടികളെ കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുവാൻ നമ്മുടെ എല്ലാ ശ്രമവും ഉണ്ടാകണം. ഈ സ്കൂളുകൾ നിലനിന്ന് പോകണം. നല്ല നമുക്കറിയാം, പ്രത്യേകിച്ച് LP സ്കൂളുകളെന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികളെ പാഠ്യപദ്ധതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല, അവരെ നല്ല ശീലങ്ങളും നല്ല ചിട്ടകളും ഒക്കെ ചെറുപ്പകാലത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്കൂളുകളാണ് LP സ്കൂളുകൾ. അപ്പോൾ ഈ അധ്യാപകർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എടുത്താണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കൂളുകൾ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ, കുട്ടികളെ കൂടുതലായിട്ട് ഈ സ്കൂളുകളിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടുണ്ടാകണം. അത് ഇടയാകട്ടെ. ഈ സ്കൂള് നാളുകളിൽ നല്ല പ്രവർത്തനങ്ങളുമായി ഇനിയും സമൂഹത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ 108ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സബ് ജില്ലാ തലത്തിൽ നമ്മുടെ തലപ്പാടി LP സ്കൂളിലെ വിദ്യാർത്ഥികൾ പല പരിപാടികളിൽ വിജയികളായിട്ടുണ്ട്. അവർക്കുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനായി ശ്രീ ജിനു കെ പോളിനോട് അഭ്യർത്ഥിക്കുകയാണ്. വിജയികളായ കുട്ടികൾ ദയവേത് സ്റ്റേജിന്റെ അടുത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. കലോത്സവത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനമാണ് ഐറിഷ് ജോസഫ് ജോമോ, മലയാളം പ്രസംഗം 3rd A ഗ്രേഡ് ഉണ്ട്. ഒപ്പം മോണാക്ടിനും A ഗ്രേഡ് ഉണ്ട്. ഐറിഷ് ജോസഫ് ജോമോ. സാധ്വി വിനി, കഥാകഥനം 3ാം സ്ഥാനം A ഗ്രേഡ്, മാപ്പിളപ്പാട്ടിന് A ഗ്രേഡ്, ക്ലേ മോഡലിങ്ങിന് A ഗ്രേഡ്. സാധ്വി വിനി. യൂബ തോമസ്, തമിഴ് റെസിറ്റേഷൻ A ഗ്രേഡ്, സയൻസ് കളക്ഷൻ A ഗ്രേഡ്. ഒപ്പം കോട്ടയം ഈസ്റ്റ് ഉപജില്ലയിൽ സ്വദേശ് മെഗാ ക്വിസ് കോമ്പറ്റീഷനും 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഐന സാര ജോഷി, നാടോടി നൃത്തം A ഗ്രേഡ്. ഒപ്പം ഗ്രൂപ്പ് ഡാൻസിനും നമ്മുടെ സ്കൂൾ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് A ഗ്രേഡ്. അമല മരിയ ജിജു, സയൻസ് കളക്ഷൻ A ഗ്രേഡ്, ഗ്രൂപ്പ് ഡാൻസ് 3ാം സ്ഥാനം A ഗ്രേഡ്. രുദ്രപ്രിയ KR, ഗ്രൂപ്പ് ഡാൻസ് 3ാം സ്ഥാനം A ഗ്രേഡ്. അക്ഷരാജി, ഗ്രൂപ്പ് ഡാൻസ് 3rd with A grade. അർപ്പിത അഭിലാഷ്, ഗ്രൂപ്പ് ഡാൻസ് 3rd with A grade. അനീത ഗ്രേസ് സജി, ഗ്രൂപ്പ് ഡാൻസ് with 3rd A grade. ആദ്യ രഞ്ജു, ഗ്രൂപ്പ് ഡാൻസ് 3rd A grade. അശ്വിൻ സിജു, മലയാളം റെസിറ്റേഷൻ A grade. ജോസ് ഏലിയസ് ബിനോയ്, ത്രെഡ് പാറ്റേൺ A grade. ആൽവിൻ റോഷൻ, പെൻസിൽ ഡ്രോയിങ് A grade. നഗിത ലനിഷ്, ബീഡ്സ് വർക്ക് A grade. അബ്ദിയലാനന്ദ്, പോർട്രേറ്റ് പെയിന്റിംഗ് A grade.
Aksharaji, product using waste materials A grade. കൂടാതെ അയന തോമസ് ജോഷി BRC ലെവൽ മത്സരങ്ങളിൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രച്ഛന്ന വേഷ മത്സരത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. വിജയികളായ ഏവർക്കും അഭിനന്ദനങ്ങൾ. നമ്മുടെ ലോക്കൽ സാഗർ ഹെഡ്മിസ്ട്രസ് ആനിമ ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട സെലിൻ ടീച്ചർ, പ്രിയ രക്ഷിതാക്കളെ, ആൻസലിന്റെ സഹപ്രവർത്തകരായ മറ്റ് ഹെഡ്മിസ്ട്രസ്മാരിലുണ്ട്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു ദീർഘമായ പ്രസംഗത്തിനുള്ള അവസരമല്ല എന്നെനിക്കറിയാം. കാരണം നമ്മുടെ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാം കാണുക എന്ന ആഗ്രഹമാണ് അവരുടെയും മനസ്സിൽ. കുട്ടികളും അതിനുവേണ്ടിയാണ് തയ്യാറെടുക്കുന്നത്. എങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ തുടർന്നും നിലനിർത്തിക്കൊണ്ടു പോകാനും, കോട്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിലയിരുത്തി ആ കോട്ടങ്ങൾ പരിഹരിച്ച് അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കുക. കുറേ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്, വിവിധ ഗ്രേഡുകൾ നേടിയിട്ടുണ്ട്. അതിന് അവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാതെ തന്നെ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. അതിനെ അവരെ പ്രാപ്തരാക്കിയ ഒപ്പം തന്നെ വിവിധ ക്ലാസുകളിലായി എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇത്തരത്തിൽ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ശ്രീ അനിൽ K. തോമസ് സാറിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവാനിയ മറിയം ജോൺ, ഫേബ ജോയ്സി റിഗു, നദനിയൽ സുബിൻ, നേഹൽ സാം, 2ാം ക്ലാസ്സിൽ നിന്നും അഭിനവ് ജെ, അലീസ എബിൻ, അസിയൽ അനിൽ, ബേസിൽ ഷിൻഡോ മാണി, ക്രിസ്തി സി മനോജ്, കെസിയ മൊയ്കേസ്, റൂബൻ ബിനോയ്, സമീറ ആനി തോമസ്, ക്ലാസ് 3ൽ നിന്നും അബ്ദിയൽ അനിൽ, ആദിഷ് ബി എ, അക്ഷര അജി, അലോന പി ചെറിയൻ, അവന്തിക വി എം, ദൃശ്യ ദിലീപ്, ജാനറ്റ് എന്ന തോമസ്, മഹേശ്വർ കൃഷ്ണ, നന്ദിത നിമിഷ്, സാത്വി വിനയ്. ക്ലാസ് 4ൽ നിന്നും അലോഷി ഇമ്മാനുവൽ ജോസഫ്, ആൽവിൻ റോഷൻ, അമല മരിയ ജിജോ, അശ്വിൻ സിജോ, ഐന സാര ജോഷി, ഐറിഷ് ജോസഫ് ജോമോൻ, രുദ്രപ്രിയ KR, യൂബാൽ തോമസ്. നഴ്സറി, LKG, UKG ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് അടുത്തതായി വിതരണം ചെയ്യുന്നത്.
LKG ക്ലാസ് എല്ലാ പരീക്ഷകളുടെയും മാർക്കുകൾ നോക്കിയിട്ട് ഫസ്റ്റ് പൊസിഷൻ നേടിയിരിക്കുന്നത് ആദിതി വജി. സെക്കൻഡ് പൊസിഷൻ 2 കുട്ടികൾ കൊണ്ട് ക്രിസ്പിയ ഒ മനോജ്, ഒലീവിയ തോമസ്. തേർഡ് പൊസിഷൻ അനിയദേവ് എം വിജയ്. UKGയിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഋഷികുമാർ പി പ്രദീപ്. 2ാം സ്ഥാനം ഋതിക KR. 3ാം സ്ഥാനം 2 കുട്ടികൾ കൊണ്ട് അലീസിയ നബിനോ, ഇസ അമൽജിത്ത്. Thank you. ആശംസകൾ അറിയിക്കുന്നതിനായി തലപ്പാടി നസ്രീത്ത് മാർത്തോമ ഇടവകയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ജോർജ് ഫിലിപ്പിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ശേഷം നമ്മുടെ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ആൻസി ടീച്ചർ, പള്ളം ബ്ലോക്ക് മെമ്പർ ജിബി സാറ്, വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ അനിൽ തോമസ് സാറ് ഉൾപ്പെടെയുള്ള വിശിഷ്ട ഭാരവാഹികളെയും ഉപഹാരം സ്വീകരിക്കുന്നതിനായി ശ്രീമതി ആൻസി സി ഉതുപ്പിനെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി ഇടവക വികാരി ശ്രീ എബ്രഹാം സി മാത്യു അച്ഛനെയും അതോടൊപ്പം തന്നെ ചുമതലക്കാരെയും ക്ഷണിക്കുന്നു. ആശംസ അറിയിക്കുന്നതിനായി തലപ്പാടി LP സ്കൂളിന്റെ മുൻ ഹെഡ് മിസ്ട്രസ്സായി പ്രവർത്തിച്ചിരുന്ന ശ്രീമതി ആനിമ ഐക്കിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഉണ്ടായാലും അതൊക്കെ വേണ്ടവണ്ണം പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തില് ഇവിടെയുള്ള അധ്യാപകർ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒക്കെ അവിടെയെല്ലാം ഇപ്പം നമുക്കറിയാം, ഇപ്പം എല്ലാ ഭവനങ്ങളിലും കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. ഈ വിദ്യാലയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. അതുപോലെ നമ്മുടെ വിദ്യാലയത്തിലും സ്കൂളിന്റെ എണ്ണം കുറവാണ്, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. എന്നാൽ ഈ വരുന്ന കുഞ്ഞുങ്ങളെ അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇവിടുത്തെ അധ്യാപകര് വേണ്ട കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഉപഹാര സമർപ്പണത്തിനുള്ള സമയമാണ്. അതിനായി തലപ്പാടി LP സ്കൂളിലെ എല്ലാ അധ്യാപക, അനധ്യാപക, സഹപ്രവർത്തകരെയും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. വീണ്ടും ആശംസ അറിയിക്കുന്നതിനായി
പൂർവ്വ വിദ്യാർത്ഥി സംഘടന സെക്രട്ടറി ശ്രീ ജോൺ ജോസഫിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഈ സ്കൂളിന്റെ മാനേജറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം സി മാത്യു അച്ഛൻ, അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ഉപഹാരം പ്രിയ ടീച്ചറിന് കൊടുക്കുകയാണ്. അത് കൊടുക്കുവാനായിട്ട് എന്തുകൊണ്ടും യോഗ്യൻ ജോയ് സാർ തന്നെയാണ്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഇവിടുത്തെ HM ആണ്, അധ്യാപകനായിരുന്നു. പ്രിയ ആൻസി ടീച്ചറിനെ ഒക്കെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടിയാണ്. ഇപ്പോൾ സാറ് ടീച്ചറിന് ഉപഹാരം കൊടുക്കും. ആ ഉപഹാരം കൊടുക്കുന്ന സമയത്ത് ഒരൊറ്റ അപേക്ഷയുണ്ട്. ദയവായി വെളിയിൽ നിൽക്കുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം ഈ ഹോളിലോട്ടൊന്ന് കയറി വരിക പ്ലീസ്. വെളിയിൽ നിൽക്കുന്ന പേരൻസും എല്ലാം ഈ ഹോളിലോട്ടൊന്ന് വരിക. പ്രിയ ടീച്ചറിനോടുള്ള ആദര സൂചകമായി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. സാർ ഉപഹാരം കൊടുക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ദയവായിട്ട് വെളിയിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് അകത്തേക്ക് കയറി വരിക. എത്രയും പ്രിയപ്പെട്ട ആൻസി ടീച്ചറിനുള്ള ഉപഹാര സമർപ്പണത്തിനുള്ള സമയമാണ്. നമ്മളോട് പലർ പറഞ്ഞിരുന്നു ഉപഹാരം നൽകണമെന്ന്. അതിനായി തയ്യാറായി വന്നവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിനടുത്തേക്ക് വരേണ്ടതാണ്. ഇപ്പോൾ ഉപഹാര സമർപ്പണത്തിനുള്ള സമയമാണ്. സമയപരിമിതി എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ സ്കൂളിലെ 110ാം വാർഷിക ദിനമാണല്ലോ. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഞാൻ ഈ സ്കൂളിൽ 6 വർഷമായി പഠിക്കുന്നു. ഈ 6 വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വർഷങ്ങളാണ്. എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സാക്ഷിയായി നിന്നത് നമ്മുടെ ഈ സ്കൂളാണ്. ആദ്യം സ്കൂളിലെത്തിയ ദിവസം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പുതിയ യൂണിഫോം, പുതിയ ബാഗ്, അല്പം ഭയം, അല്പം സന്തോഷം. അന്ന് എന്നെ എൻ്റെ കൈപിടിച്ച് എന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത് എൻ്റെ ടീച്ചർമാരായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഈ സ്കൂളിലേക്ക് എൻ്റെ രണ്ടാമത്തെ വീട് പോലെയാണ്. ഈ 6 വർഷങ്ങളിൽ ഞാൻ പഠിച്ചത് പുസ്തകങ്ങളിലെ പാഠങ്ങൾ മാത്രമല്ല, നല്ല ശീലങ്ങളും സ്നേഹവും സൗഹൃദവും കൂടിയാണ്. പഠനത്തോടൊപ്പം കായികമേളകൾ, കലാമേളകൾ, വിവിധ മത്സരങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. അതിലൂടെ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നതിന് തന്നെ കാരണം എൻ്റെ ടീച്ചർമാർ എനിക്ക് തന്ന പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് നമ്മുടെ സ്കൂളിന്റെ വാർഷികാഘോഷം മാത്രമല്ല, നമ്മുടെ ഹെഡ് മിസ്ട്രസ് ആൻസി ടീച്ചർ വിരമിക്കുന്ന ദിനവും കൂടിയാണ്. ആൻസി
ടീച്ചർ നമ്മുടെ സ്കൂളിന്റെ കരുത്തും പ്രചോദനവുമാണ്. ടീച്ചർ ഈ സ്കൂളിന് നൽകിയ സേവനം വിലമതിക്കാനാവാത്തതാണ്. സ്കൂളിന്റെ പുരോഗതിക്കായി ടീച്ചർ എടുത്ത പരിശ്രമം നമ്മൾ ഒരിക്കലും മറക്കില്ല. ടീച്ചർ ഒരു നല്ല അധ്യാപിക മാത്രമല്ല, ഞങ്ങൾക്ക് നല്ലൊരു അമ്മ കൂടിയായിരുന്നു. പ്രിയപ്പെട്ട ടീച്ചറെ, ടീച്ചറുടെ വിരമിച്ച ജീവിതം ആരോഗ്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അവസാനമായി ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട സ്കൂളിനും അധ്യാപകർക്കും കൂട്ടുകാർക്കും മാതാപിതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇനി ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവരും ഏറ്റവും ആകാംക്ഷ പുരസരം കാത്തിരുന്ന 2025-26 അധ്യയന വർഷത്തെ തലപ്പാടി LP സ്കൂളിന്റെ കലാസന്ധ്യ ലൂമിയർ 2026 ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ കണ്ണൻ സാഗർ മിനി സ്ക്രീൻ ആൻഡ് സിനി ആർട്ടിസ്റ്റിനെ ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ക്ഷണിക്കുന്നു. വേദിയിലെ രാഷ്ട്രീയത്തിലും സാംസ്കാരികത്തിലും പൊതുപ്രവർത്തനത്തിലുമൊക്കെ ഒരുപാട് സാമീപ്യം അറിയിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികൾ, ജനപ്രതിനിധികൾ, സഭയുടെ ആരാധ്യനായ തിരുമേനി, മറ്റ് അച്ഛന്മാർ, അധ്യാപകരെ, അനധ്യാപകര്, മാതാപിതാക്കള്, പ്രിയപ്പെട്ട ആൻസി ടീച്ചർ, എല്ലാവരെയും നേരിട്ട് പറയുന്നില്ല. കാരണം ഞാൻ ആദ്യം ഒരു അപേക്ഷ വെക്കുകയാണ്. എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ എന്നെ ക്ഷമിക്കരുത്. കാരണം അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവർ വേഷങ്ങൾ കെട്ടി കാത്തു നിൽക്കുന്ന സമയമാണ്. എല്ലാവരും പ്രസംഗിച്ച് കഴിയുമ്പോൾ പിന്നെ എന്താണ് ഒരു ചേട്ടൻ കയറി വന്നിരിക്കുന്നു എന്നവർ മനസ്സുകൊണ്ട് പറയും. ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ, ഒത്തിരി സമയം എടുക്കത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ ഒരു അവസരം തന്ന, എന്നെ ക്ഷണിച്ച ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അലക്സ്, ഞങ്ങളൊരു സിനിമയിൽ ചെറിയ വേഷം ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ വേഷവും അദ്ദേഹം ചെറിയ വേഷവും ചെയ്തത്. ആ ഒരു സ്നേഹബന്ധത്തിൽ കൂടിയാണ് ആൻസി ടീച്ചർ മുഖേന കണ്ണൻ സാഗർ എന്ന് പറയുന്ന എന്നെ, ഞാൻ വലിയ ഭീകര കലാകാരല്ല, കോമഡി പരിപാടിയിലൊക്കെ അത്യാവശ്യം ചാനലിലും കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ദുൽഖറിൻ്റെ കൂടെ 2 സിനിമ ചെയ്തു, നമ്മുടെ മഞ്ജുവാരുടെ കൂടെ 2-3 സിനിമ ചെയ്തു, സുരേഷ് ഗോപിയുടെ കൂടെ ചെയ്തു, മമ്മൂക്കയുടെ കൂടെ പ്രവൃത്തി ചെയ്യാൻ പറ്റി. ഇപ്പൊ ജയസൂര്യയുടെ ആടുത്രി വരുന്നു, അതിനകത്ത് കുഞ്ഞു വേഷം ചെയ്തു. വാഴ എന്ന സിനിമയുടെ 2ാം ഭാഗം ഇറങ്ങുന്നു, അതിനകത്ത് കൊച്ചു വേഷം ചെയ്തു. ഇങ്ങനെ നിൽക്കുന്ന, എപ്പോഴും കോമഡി കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. എന്നെ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സാറിനോട് പറഞ്ഞു, എന്നോട് അതൊക്കെ ചോദിച്ചു. അത് ഞാനെഴുതിയ സ്കിറ്റാണ്. ഇത് നടന്നൊരു കഥയാണ്. അതിൽ നിന്നും അടിച്ച് ഞാൻ ഉണ്ടാക്കിയ സ്കിറ്റാണ്. ഉല്ലാസപന്തളവും ഞങ്ങളെല്ലാം കൂടി വളരെ വൈറലായ ഒരു സ്കിറ്റാണ്. അത് ഒത്തിരി സ്കിറ്റ് വൈറലായത് എഴുതാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ വികാരനിർഭരമായ വലിയൊരു ചടങ്ങ്, അതിന് ഞാൻ മണിക്കൂറുകൾ എന്തെങ്കിലും സാക്ഷ്യം വയ്ക്കുകയും നമ്മുടെ ആൻസി ടീച്ചറുടെ യാത്രയപ്പ് എത്ര ഗംഭീരമായിട്ട് ആ ടീച്ചറെ യാത്രയാക്കുന്ന ചടങ്ങ്, എത്രയോ അനുഗ്രഹങ്ങൾ ടീച്ചറിൻ്റെ ഈ 30 വർഷക്കാലം ഇവിടെ അധ്യാപികയായിട്ടിരുന്ന് ഹെഡ്മിസ്ട്രസ്സായി പിരിയുന്നു. അതിലേറ്റവും മഹത്തരമായത് ടീച്ചറെ പഠിപ്പിച്ച ആ അധ്യാപകൻ തന്നെ ഹെഡ്മാസ്റ്ററായി തിരിച്ചു വന്ന്, ആ ടീച്ചർ ഹെഡ്മാസ്റ്ററായി തിരിഞ്ഞു പോകുമ്പോൾ ആ അധ്യാപകൻ വന്ന് കൊടുക്കുന്ന ആ ഒരു അനുഗ്രഹം ഞാൻ കണ്ടു. ടീച്ചർ കണ്ണുകൾ നിറയുന്നത് കണ്ടു. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണും നിറയും. കാര്യം 30 വർഷക്കാലം ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി പ്രയത്നിച്ച ടീച്ചർ പറഞ്ഞ വാക്കുകളിൽ ശ്രദ്ധിച്ചതിനകത്ത് വലിയൊരു വാക്കെന്ന് പറയുന്നത്, ഞാൻ നല്ലൊരു യാത്ര പോയിട്ടില്ല, എൻ്റെ കുടുംബത്തോട് ഒരുപാട് ഞാൻ അടുത്ത് ഒത്തിരി പരിപാടികൾ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോഴും രാവിലെ 8 മണിക്ക് ഞാൻ സ്കൂളിൽ വന്ന് വൈകിട്ട് 5 മണിയാകുമ്പോൾ വീട്ടിൽ പോകും. അന്നേരമാണ് മക്കളും എൻ്റെ ഭർത്താവും മറ്റുള്ളവരോടൊക്കെ ഇടപെടുകയും ചെയ്യുന്നത്. അല്ലാത്ത ഞാൻ പഠിപ്പിക്കാനും അവരുടെ കൂടെ നിൽക്കാനും കഴിഞ്ഞതെന്നുള്ള വാക്ക് കേട്ടപ്പോൾ സത്യത്തിൽ എത്ര അർപ്പണബോധത്തോടു കൂടി, എത്ര ആത്മാർത്ഥത്തോടു കൂടി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇത്ര തലമുറകളെ, പ്രശസ്തരും പ്രഗത്ഭരുമായ എത്ര തലമുറകൾ ഈ ഗ്രാമം ഇവിടെ ഈ ഗ്രാമം എന്ന് പറയാം, ഈ പ്രദേശത്തിന്റെ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളുമാക്കി അതിന് പങ്കുവച്ച ടീച്ചറിന് ശതകോടി പ്രണാമം. ആദ്യം
കലാകാരൻ നിലയിൽ ഞാൻ നേരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉദ്ഘാടന പരിപാടി, അതുപോലെ തന്നെ അധ്യാപനത്തിൻ്റെ വലിയൊരു കഥ, ഒരു കുഞ്ഞു കഥ, അത് പറഞ്ഞു ഒത്തിരി ബോറടിപ്പിക്കുന്നില്ല. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, എന്നെ പഠിപ്പിച്ച അധ്യാപകരെ ഞാൻ ഓർത്തിരിക്കാറുണ്ട്, എപ്പോഴും ഓർക്കുന്നുണ്ട്.